കൈ വെട്ടിയിട്ട് തെറിച്ച് താഴെ ഇടുമ്പോഴത്തേക്കും ഒരുപാട് സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പ്ലമ്മി ആയിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരുപാട് നമുക്ക് ഈ റബ്ബറിൻ്റെ സ്വഭാവം കൂടുക. അപ്പോൾ നമുക്കത് ഓരോ ശരീര പാർട്ടിൻ്റെയും അല്ലെങ്കിൽ എന്താണോ വസ്തു അതിൻ്റെ മാസം അനുസരിച്ചിട്ട് നമ്മൾ ആ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള പല മെറ്റീരിയൽസ് ഉണ്ട്, പലതും ചേർത്തൊക്കെയാണ് അത് ചെയ്യുന്നത്. സിലിക്കൺ ഞങ്ങൾ ഡ്രാഗൺ സ്കിൻ എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ തന്നെ പല സീരീസും കാര്യങ്ങളും മെഡിക്കൽ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പിള്ളേർ നേഴ്സ് അവർക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പാർട്സ്, ബോഡി പാർട്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. സിനിമ മാത്രമല്ലാതെ ഇങ്ങനെയും നമ്മൾ ഇതിൻ്റെ യൂസ് നടക്കുന്നു. ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു കുട്ടി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് പോകേണ്ട കേസാണ്. ഇതൊന്നും പാക്ക് ചെയ്തില്ല, ഞങ്ങൾ ബാക്കിലെടുത്തിട്ട് ഈ സംഭവം വണ്ടി ഓടുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ കൈയും കാലും കിടന്നടിക്കും. ഇത് കരയുന്ന എക്സ്പ്രഷനിലായിരുന്നു സംഭവം ചെയ്തിരുന്നത്. ഇത് പിന്നീട് എൻ്റെ ഒരു സുഹൃത്ത് ഈ സംഭവം അയച്ചു തന്നു. ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധനം. അവിടെ ഇങ്ങനൊരു സംഭവം കണ്ട് നിൻ്റെ എല്ലാം ആണെന്ന് വെച്ചിട്ട് ഇപ്പോൾ വരാണ്ടൊക്കെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിരിക്കുന്ന പട്ടാപ്പകൽ കൊച്ചിനെ എടുത്തിട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് കാറിൻ്റെ ബാഗ്. സിനിമാ പ്രാന്തനിൽ ഇന്ന് കൂടെ ഉള്ളത് സേതു ശിവാനന്ദാണ്. സേതു, വെൽക്കം ടു സിനിമാ പ്രാന്തൻ. അപ്പം മാർക്കോ മൂവിയിൽ നമ്മൾ കാണുന്ന ആ വയലൻസുകളൊക്കെ ഇത്ര വയലൻസ് മോഡിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിൻ്റെ പിന്നെ അമ്പുറത്ത് നിന്ന ആളാണ്, അതിൽ പ്രോസ്തറ്റിക് ചെയ്ത ആളാണ്. അപ്പം അത് മാത്രമല്ല, മലയാളത്തിലൊരു A-rated മൂവി ഫസ്റ്റ് ടൈം 100 crore കയറുന്നതും ആദ്യമായിട്ടാണ്. അപ്പം മാർക്കോയിലേക്കുള്ളൊരു എൻട്രി എങ്ങനെയായിരുന്നു? മാർക്കോയിലേക്ക് വരുന്നത് അതിൻ്റെ ആർട്ട് ഡയറക്ടർ സുനിൽ ദാസ്. അത് ഞങ്ങൾ ബറോസിൽ ആർട്ടിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു അദ്ദേഹവും പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് സുധി, ഇവർ രണ്ടുമാണ് നമ്മളെ അങ്ങോട്ട് ക്ഷണിച്ചത്. അപ്പം അത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡയറക്ടറായിട്ടൊക്കെ സംസാരിച്ച് അപ്പോൾ അതിൻ്റെ ഒരു തീവ്രതയെക്കുറിച്ച് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. അത്യാവശ്യം നല്ല വയലൻസ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ നമുക്കും ഭയങ്കര താല്പര്യമാണ്. എനിക്ക് നേരിട്ട് ഇതൊക്കെ കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും പക്ഷേ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് കുറേ റെഫറൻസുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് സ്റ്റഡി ചെയ്തിട്ടാണ് സംഭവങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ മൂവിയിൽ എത്രത്തോളം അത് കാരണം അത്രത്തോളം ഇപ്പോൾ തലച്ചോറിൻ്റെ കേസാണെങ്കിൽ പോലും അതിനകത്ത് ചെറിയ ഞരമ്പുകൾ പോലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഇത് വർക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെ. അപ്പോൾ ഈ പ്രോസ്തെറ്റിക് മേഖലയിലോട്ട് കയറിയത് എങ്ങനെയായിരുന്നു? മുൻപ് ഈ കോൺസെപ്റ്റ് വരയ്ക്കുമായിരുന്നു, അതുണ്ടായിരുന്നു. അതിൽ നിന്ന് ഈ പ്രോസ്തെറ്റിക്സിലേക്കുള്ള ഒരു മാറ്റം എങ്ങനെയായിരുന്നു? ഇതെല്ലാം ഏകദേശം ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയാണ്, ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഞാൻ ഫൈൻ ആർട്സ് കോളേജ് മാവേലിക്കര രവിവർമ്മ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഞാൻ പെയിൻറ്റിങ് ആണ് സ്പെഷ്യലൈസ് ചെയ്തത്. അവിടെ സ്കൾപ്ചർ കാര്യങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്. നമ്മൾ എല്ലാ മേഖലയും നമ്മളതിനകത്ത് നോക്കിയിട്ടേ പോകത്തുള്ളൂ. ഇതിനോടെല്ലാം നമ്മൾ താല്പര്യം. ഒരു പെയിൻറ്റിങ് ആണെങ്കിൽ പോലും ചിലപ്പം നമുക്കതിനകത്ത് അതേ ബേസ് ആയിട്ടുള്ള സ്കൾപ്ചർ ചെയ്യുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വർക്കിനകത്ത് ഇപ്പോൾ ഒരു ക്ലേ വർക്ക് ചെയ്താൽ പോലും നമ്മൾ പെയിൻറ്റിങ് കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ റിയലിസ്റ്റിക്കിലോട്ട് കൊണ്ടുവരും. അപ്പോൾ ഈ ഒരു ബേസ് ഇങ്ങനെ കിടപ്പുണ്ട്. പിന്നെ ഈ കൺസെപ്റ്റ് ആർട്ടായിരുന്നു നമ്മൾ മൂവിയിൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പട്ടൺ റഷീദിക്ക അദ്ദേഹത്തിൻ്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ പ്രോസ്തെറ്റിക്സ് ചെയ്യുന്നത് കാണാം, റോണക് സെറ്റിനൊക്കെ അവരൊക്കെ ചെയ്യുന്നത് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2016 തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല, ടേക്ക് ഓഫ് മൂവി ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് മറ്റേ പാർവതി തിരുവത്തിൻ്റെ ഒരു വയറ് ഞങ്ങൾ ഫസ്റ്റിലെ ഒരു ബെല്ലി സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ക്ലേ വർക്ക് ആദ്യമായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അവരാണെങ്കിൽ അതിൻ്റെ മോൾഡിങ്ങും കാസ്റ്റിങ്ങും ഒക്കെ എടുത്ത് ആ വയറ് സെറ്റ് ചെയ്ത്. അപ്പോൾ അവിടെ നിന്ന് ഭയങ്കര ഒരു താല്പര്യം തോന്നി. അവിടെ നിന്ന് തുടങ്ങി പിന്നെ പതുക്കെ ചെറിയ വർക്കുകളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കി. പിന്നെ കുറച്ചും കൂടെ ഇഷ്ടം കൂടിയപ്പം പിന്നെ നമ്മൾ ഓൺലൈൻ വഴി സ്മൂത്ത് ഓൺ കമ്പനിയുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ അവരുടെ നിർദ്ദേശങ്ങൾ പിന്നെ ഓൺലൈൻ ക്ലാസ്സസും ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് പഠിച്ചെടുത്തു. മുൻപൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കൈ വെട്ടുന്ന സീനൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കൈവെട്ട അവിടെ കട്ടാണ്, അതിന്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോയില്ലല്ലോ. ഇപ്പോഴാണ് ആ ഡീറ്റെയിലിംഗ് കൈ മറ്റേ മാർക്കോയിൽ യൂസ് ചെയ്തിട്ട് തന്നെ എല്ല് തള്ളി നിൽക്കുന്നതും അങ്ങനെയുള്ള. അപ്പൊ ആർട്ടിലെ ആ ഒരു ഏരിയയിലോട്ട് ഇപ്പം മലയാള സിനിമ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട് അത് ഞങ്ങളിപ്പോൾ പ്രോസ്തെറ്റിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ടായിട്ട് മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ബ്ലഡ് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ അത് കൃത്യമായിട്ട് ഇപ്പോൾ നമ്മുടെ കൈ ഇവിടെ മടക്കി വെച്ചിട്ടാണ് ഈ സംഭവം ചെയ്യുന്നതെങ്കിൽ മറ്റേ കൈ റോട്ടോ ചെയ്യണമെന്നുണ്ടെങ്കിൽ VFXൻ്റെ ഒരു സെക്ഷൻ ഉണ്ടാവും. അപ്പം ഇതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ഒരു ഔട്ട് കിട്ടത്തില്ല. അതുപോലെ തന്നെ ഈ ആർട്ടിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മുമ്പ് ആർട്ടിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ സംഭവം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ഇപ്പം പ്രോസ്തെറ്റിക് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് ഒരു വിങ്ങായിട്ട് നമ്മൾ ചെയ്തു. ഇപ്പോൾ ആർട്ടുകാർ വിളിക്കാറുണ്ട്, മേക്കപ്പിലും വിളിക്കാറുണ്ട്.
അപ്പം രണ്ടിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അത് ഇപ്പോൾ കൂടാതെ നമുക്ക് പുറത്തുനിന്ന് ഈ മെഡിക്കൽ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പിള്ളേർ നേഴ്സ് അവർക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പാർട്സ്, ബോഡി പാർട്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. സിനിമ മാത്രമല്ലാതെ ഇങ്ങനെയും നമ്മൾ ഇതിൻ്റെ യൂസ് നടക്കുന്നുണ്ട്. ഈ മോൾഡ് ചെയ്യുന്നതിൻ്റെ കുറേ വീഡിയോസ് ഇപ്പം പ്രൊഫൈലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതിൽ യൂസ് ചെയ്യുന്ന എന്തൊക്കെ സാധനങ്ങളാണ്? അതിൽ യൂസ് ചെയ്യുന്നത് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് സ്മൂത്തോൺ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്. അത് 1895 US ബേസ് ഒരു കമ്പനി. അപ്പോൾ അവരുടെ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഇന്ത്യയിൽ അവിടെ 2 സ്ഥലങ്ങളിലേ ഉള്ളൂ, ബോംബെയും ഡൽഹിയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ പ്രോപ്പർട്ടീസ് അല്ല മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് സിലിക്കൺസ് ആണ് യൂസ് ചെയ്യുന്ന സംഭവം. അത് പല ടൈപ്പ് സിലിക്കൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബോഡി കറക്റ്റ് എന്താ പറഞ്ഞാൽ ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. നമുക്ക് ഇപ്പം കൈ വെട്ടിയിട്ട് തെറിച്ച് താഴെ ഇടുമ്പോഴത്തേക്കും ഒരുപാട് സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പ്ലമ്മി ആയിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരുപാട് നമുക്ക് ഈ റബ്ബറിൻ്റെ സ്വഭാവം കൂടി വരും. അപ്പോൾ നമുക്കത് ഓരോ ശരീര പാർട്ടിൻ്റെയും അല്ലെങ്കിൽ എന്താണോ വസ്തു അതിൻ്റെ മാസം അനുസരിച്ചിട്ട് നമ്മൾ ആ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പല മെറ്റീരിയൽസ് ഉണ്ട്, പലതും ചേർത്തൊക്കെയാണ് അത് ചെയ്യുന്നത്. സിലിക്കൺ ആണ് ഞങ്ങൾ ഡ്രാഗൺ സ്കിൻ എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ തന്നെ പല സീരീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നിയൊരു ഡൗട്ടാണ്, ഈ ഫേസിൻ്റെ മോൾഡ് ചെയ്യുമ്പം ഈ ഫേസിന് ഇത് അലർജി ഉള്ള ആൾക്കാരുണ്ടാവില്ലേ, അതെങ്ങനെയായിരിക്കും അപ്പോൾ മാനേജ് ചെയ്യുന്നത്? അല്ല, അത് തന്നെ ഈ കമ്പനിയുടെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ സ്കിൻ സേഫ് സർട്ടിഫൈഡ് മെറ്റീരിയൽസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർ സർട്ടിഫൈ ആണ്, അതുകൊണ്ട് തന്നെ അത് യാതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ നോർമലി ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അൾജിനേറ്റ് പോലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ദന്തൽ ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ സാധാരണ ഈ കുഞ്ഞു പിള്ളേരുടെയൊക്കെ കൈയൊക്കെ പ്രസ് ചെയ്തിട്ടൊക്കെ വീഡിയോസ് കണ്ടിട്ടില്ലേ, അതൊക്കെ നമുക്കിവിടെ ഈ സർജിക്കൽ അവിടെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ വരുത്തിച്ച് ചെയ്യുന്നതാണ്, സർട്ടിഫൈ ആണ്, അതുകൊണ്ട് യാതൊരു പ്രശ്നം സംഭവിക്കത്തില്ല. ഈ മാർക്കോയുടെ ഈ പ്രോസ്തെറ്റിക് ഇതെല്ലാം വർക്കെല്ലാം ചെയ്തിട്ട് ഇവിടുന്ന് മൂന്നാറിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഒരു റൈറ്റപ്പ് ഞാൻ വായിച്ചതായിരുന്നു. അപ്പോൾ മുൻപൊരു കന്നഡ മൂവിയിൽ വർക്ക് ചെയ്തപ്പോൾ അത് കൊണ്ടുപോയപ്പോൾ പോലീസ് അത് കണ്ട് വിശ്വസിച്ചില്ല എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, അതെന്തായിരുന്നു ശരിക്കും? അത് കന്നഡ ഈ പറഞ്ഞ പോലെ തന്നെ എയർപോർട്ടിൽ വെച്ചിട്ട് ഒരു കൈപ്പത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വർക്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു സാമ്പിൾ ഈ പറഞ്ഞ പോലെ ഇച്ചിരി കൂടെ ഫ്ലഷി കറക്റ്റ് ഫീലുള്ള സാധനം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു സാമ്പിൾ ഇവിടെ വെച്ച് ഉണ്ടാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോയതാണ്. അപ്പം അവിടെ വെച്ചിട്ട് ഈ സ്കാൻ ചെയ്ത് തന്നപ്പോൾ ഒരു കൈപ്പത്തി മാത്രമായിട്ട് അതിനകത്താണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടുള്ളൊരു എല്ലും ഈ സാധനങ്ങളൊക്കെ ഡീറ്റെയിൽ വർക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ സ്കാൻ ചെയ്ത് തന്നപ്പോഴത്തേക്കും പോലീസുകാരെ ഞങ്ങളെ തടഞ്ഞു നിർത്തി. എന്നിട്ട് ഓപ്പൺ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഓപ്പൺ ചെയ്യിപ്പിച്ചപ്പം തൊട്ടപ്പുറത്ത് നിന്നവരെല്ലാം അങ്ങോട്ട് പോലീസുകാരാണെങ്കിലും അവർ മാറിപ്പോയി. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞാൽ അതില്ല, ഇത് റബ്ബറാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവർ നമ്മളെ തൊടാൻ സമ്മതിച്ചില്ല. എന്നിട്ട് ഹിന്ദിക്കാരായിരുന്നു, ഭാഷ വലിയ പിടിയില്ലാത്തതുകൊണ്ട് അവർ കുറേ സംസാരിച്ചു. പക്ഷേ ഒരു മലയാളിയായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾ ഞങ്ങൾ കാര്യം പറഞ്ഞു, മൂവിയുടെ പർപ്പസാണോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിൽക്കുന്നില്ല. ലാസ്റ്റ് അദ്ദേഹം വന്ന കാര്യം പറഞ്ഞപ്പോൾ സമ്മതിച്ചല്ലേ. പിന്നെ അതുപോലെ തന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഒരു കുട്ടി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് പോകേണ്ട കേസാണ്. ഇതൊന്നും പാക്ക് ചെയ്തില്ല. ഞങ്ങൾ ബാക്കിലെടുത്തിട്ട് ഈ സംഭവം വണ്ടി ഓടുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ കൈയും കാലും കിടന്നടി. ഇത് കരയുന്ന എക്സ്പ്രഷനിലായിരുന്നു ഇത് സംഭവം ചെയ്തിരുന്നത്. ഇത് പിന്നീട് എൻ്റെ ഒരു സുഹൃത്ത് ഈ സംഭവം അയച്ചു തന്നു. ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധനം. അവിടെ ഇങ്ങനൊരു സംഭവം കണ്ട് നിൻ്റെ എല്ലാം ആണെന്ന് വെച്ചിട്ട് ഇപ്പോൾ ആരാണ്ടൊക്കെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിരിക്കുന്നത് പട്ടപ്പകൽ കൊച്ചിനെ എടുത്തിട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കാറിൻ്റെ ബാക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഇത് നമ്മുടെ വർക്ക്. അപ്പോൾ അവരുടെ ഏതൊരു കൂട്ടായ്മയുടെ എന്തോ സംഭവമായിരുന്നു. പിന്നെ അവരപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞത് റിമൂവ് ചെയ്യിപ്പിച്ചു. അത് പെട്ടെന്ന് സംഭവിച്ച. ഈ ഒരു ഈ കൈയുടെ ടെക്സ്ചർ അല്ലെ ഫേസിൻ്റെ ഇതിൽ ചെയ്യാനായിട്ടും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് ഏത് പോർഷൻ ആയിരിക്കും? ഈ പറഞ്ഞ മോൾഡിങ്ങും കാസ്റ്റിങ്ങും അത്യാവശ്യം റിസ്ക് പരിപാടി തന്നെയാണ്. ഞങ്ങൾ എടുക്കുന്ന ഏറ്റവും വലിയ റിസ്ക് എന്ന് വെച്ചാൽ ഈ ഫേസൊക്കെ ചെയ്യുമ്പം ഞാൻ ഒരു ഉദാഹരണത്തോട് പറയാം. ലാൽ സാറിൻ്റെ ഫേസ് ഒരിക്കൽ നമുക്ക് മോൾഡ് എടുക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ എടുക്കുന്ന സമയത്ത് ലാൽ സാറിന് താടിയുള്ള ടൈമായിരുന്നു. അപ്പോൾ ഈ മെറ്റീരിയൽ നമ്മുടെ ദേഹത്ത് കുരുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് രോമം പറിച്ചിട്ടേ വരുത്തുള്ളൂ. അപ്പോൾ ഇതിന് പല മെറ്റീരിയൽസ് ഉണ്ട്. ഞങ്ങൾ ഇത് എന്താ പറയുന്നത് എടുക്കേണ്ട ഒരു അവസ്ഥ. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് താടി ഉണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് ബോഡി ഡബിൾ എന്ന് പറഞ്ഞിട്ട് മെറ്റീരിയൽ ഉണ്ട്. ബോഡി ഡബിൾ സിൽക്ക് എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ ഉണ്ട്. ബോഡി ഡബിൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബോഡി ഡബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലൂ കളർ ഒരു മെറ്റീരിയലായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വിക്രത്തിൻ്റെയും പിന്നെ രജനിസാറിൻ്റെയൊക്കെ മുകളിലെടുക്കുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടാകും. അതിന് ഒരു ബ്ലൂ കളർ. അപ്പോൾ ഞങ്ങളത് ഈ താടിയുള്ളതിനകത്ത് എടുക്കുന്ന ഭയങ്കര റിസ്ക് എന്ന് വെച്ചാൽ ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് അത് നമ്മൾ ട്രീറ്റ് ചെയ്ത് സംഭവം എടുത്തില്ലെങ്കിൽ അത് അത്രയും പറിച്ചിന് പോകും. അപ്പോൾ ഷൂട്ട് തുടങ്ങാൻ 2 ദിവസമുള്ളതെന്ന് ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ സംഭവം എടുത്തത്. കാരണം ഓൾറെഡി പുള്ളിക്ക് താടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലോടാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു രോമം പോലും
അതായത് ഇദ്ദേഹത്തിന് ഇത് രോമം കയറി കുടുങ്ങിയിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ടി വന്നത്. കട്ട് ചെയ്തായിരുന്നെങ്കിൽ ഷൂട്ട് പിന്നെ വീണ്ടും എക്സ്റ്റെൻഡ് ആയി പോവുകയൊക്കെ ചെയ്തേണ്ടി വന്നേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം ഇത് അത്യാവശ്യം നല്ല റിസ്കി പരിപാടിയാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് വേണം ചെയ്യേണ്ടത്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു 2 ഡ്രോപ്പ് ഇവിടെ വീണിട്ട് അത് ഇവിടുത്തെ രോമത്തിൽ വന്നിട്ട് ഇരുന്ന് ഭയങ്കര പെയിനായിരുന്നു പുള്ളിക്ക്. അത് പക്ഷെ താടിയിൽ നിന്നെല്ലാം ഈസി റിലീസ് നമ്മൾ അത് സൂക്ഷിച്ചെടുത്തിട്ട് കുഴപ്പമില്ല. പക്ഷേ ഇവിടുന്ന് പക്ഷേ പുള്ളിയെ വിളിച്ച് പുള്ളി അത്യാവശ്യം നല്ല കുഞ്ഞു പിള്ളേരെ പോലെ ചെറിയ വേദന ഭയങ്കരമായിട്ട് വേദനിച്ചു. നമ്മുടെ രോമത്തിൽ വീണ അത് വേദനയല്ല, ഇത് പിടിച്ചിരുന്ന് നോക്കി കഴിഞ്ഞാൽ രോമം സഹിതം പിഴുതു പോകും. പക്ഷേ ബോർഡബിൾ സിൽക്ക് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട്. അത് നമുക്ക് രോമത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് നമ്മുടെ ബോഡി വന്നിട്ട് അത് ഊർന്നിന് പോകും. അപ്പോൾ 2 മെറ്റീരിയലും 2 വ്യത്യാസമാണ്. അപ്പോൾ നമ്മളിത് ഈ ബ്ലൂ കളർ ഉപയോഗിക്കുന്ന നമ്മൾ ഗ്രീൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തേക്കാൻ പറ്റും. പക്ഷെ അന്ന് ഈ മെറ്റീരിയൽ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ബ്ലൂ വെച്ചിട്ട് നേരിട്ട് ഒരു ധൈര്യം കാണിച്ചു. അപ്പോൾ എന്തായാലും സാറിന് സപ്പോർട്ടായിരുന്നു, എടുത്തോളാൻ പറഞ്ഞു. പക്ഷെ അത് അന്ന് താടി വല്ലതും കട്ട് ചെയ്യേണ്ടി വന്നായിരുന്നെങ്കിൽ പിന്നെയും ഷൂട്ട് വീണ്ടും നീണ്ടുപോകാൻ. അങ്ങനെയൊക്കെ ചില റിസ്കുകളും കാര്യങ്ങളൊക്കെ ചിലക്ക് സംഭവിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ മോൾഡ് എടുത്തിട്ട് അതിനകത്തേക്ക് കാസ്റ്റ് ചെയ്യുമ്പം ഈ മെറ്റീരിയൽ തമ്മിൽ ചിലപ്പം അങ്ങ് ഒട്ടിയിരുന്നിട്ട് ഇളക്കി വീഴുന്ന സംഭവം ഡാമേജ് ആവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ ആർട്ടിസ്റ്റിനെ പോയി നമുക്ക് അവൈലബിൾ ആണോന്നൊന്നുമില്ല. അങ്ങനെയൊക്കെ നല്ല റിസ്കി പരിപാടികളുണ്ട്. പിന്നെ ചിലപ്പോൾ ഇത് ഈ ടെമ്പറേച്ചർ വരുമ്പോഴത്തേക്കും ഇത് ഉണങ്ങാതിരിക്കുക, അങ്ങനെയൊക്കെ പ്രശ്നം സംഭവിക്കുമ്പോഴത്തേക്കും മെറ്റീരിയൽ വേസ്റ്റ് വരും. നമ്മളിപ്പം 1 kg നമ്മൾ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി 1 kg എന്നുള്ള സാധനം 1 kg മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 kg വെച്ച് ചെയ്യുമ്പോൾ സംഭവം വർക്കൗട്ട് ആയില്ലെന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ സ്വന്തമായിട്ട് ഈ മെറ്റീരിയൽസിന് ഭയങ്കര റേറ്റാണ്. അപ്പോൾ അത് നമ്മൾ തന്നെ സ്വന്തം കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടൊക്കെ അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് നോക്കിയിട്ട് അറിയുന്നു. അപ്പോൾ ഈ ഫേസിൽ ഇത് മോൾഡ് ചെയ്യാനായിട്ട് എത്ര സമയമാണ് അത്? ഒരു ഫുള്ള് തലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ ഇരിക്കണം. മൂക്കിന് 2 തുളം മാത്രമേ കാണത്തുള്ളൂ, ബാക്കി കംപ്ലീറ്റ്. ഇത് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റിലെ നമ്മൾ ബോർഡബിൾ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റർ ഒരു മദർ മോൾഡ് ഉണ്ട്, 2 പാർട്ടായിട്ട് മദർ മോൾഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ സിലിക്കൺ ഈ റബ്ബർ സ്വഭാവമുള്ള സംഭവമായതുകൊണ്ട് അതിനെ ഹോൾഡ് ചെയ്ത് നടത്താൻ വേണ്ടി മദർ അമ്മ എന്നുള്ളൊരു കൺസെപ്റ്റ്, അത് ഇത് പ്ലാസ്റ്റർ വെച്ചായിരിക്കും ചെയ്യുന്നത്. അത് നമ്മളിങ്ങനെ ആ ഷേപ്പ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഒരു ഹോൾഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് നമ്മളിത് പ്ലാസ്റ്റർ വെച്ചിട്ട് വരും. എന്നിട്ട് പിന്നെ അത് ഡ്രൈ ആകുന്ന വെയിറ്റ് ചെയ്യണം. അപ്പോൾ നല്ല വെയിറ്റ് ആയിരിക്കും, നമ്മൾ തല നേരെ ഇരിക്കത്തില്ല, നമ്മൾ ഇങ്ങനെ അങ്ങ് പോകുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ തല അത്യാവശ്യം ബലമുള്ളവരാണെങ്കിൽ അങ്ങനെ ഇരുന്നാൽ ഉറങ്ങി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തല അപ്പോൾ അങ്ങനെയൊക്കെ ഇച്ചിരി റിസ്കി പരിപാടികളാണ്. അങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി യൂസ് ചെയ്ത ഈ പ്രോസ്തെറ്റിക് വേറെ സിനിമയ്ക്ക് വേണ്ടിയൊക്കെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഞങ്ങൾ ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവം കൊടുത്തു വിടത്തതേ ഉള്ളൂ, മേടിച്ച് തിരിച്ചു വെക്കത്തില്ല. അവർക്ക് കൊടുക്കത്തേ ഉള്ളൂ. ഇപ്പം മാർക്കോടെയൊക്കെ എനിക്ക് തോന്നുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൊണ്ടുപോയെന്ന് തോന്നുന്നു. അപ്പം പുള്ളിയുടെ ചില ഇൻ്റർവ്യൂസിലൊക്കെ കാണുന്നുണ്ട്, അത് പുള്ളി അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് സംഭവം. അപ്പോൾ ചിലതിനൊക്കെ അത് പ്രൊഡക്ഷൻ ടീം അവരങ്ങ് കൊണ്ടുപോകും. അവർ പിന്നെ അത് വേറെ ഇതിലൊക്കെ വേണ്ടിയിട്ട് യൂസ് ഒരു പക്ഷേ അത് അങ്ങനെയൊക്കെ ചെയ്യാറില്ല. ചിലർക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആർട്ടിൻ്റെ അവർ കൊണ്ടുപോകായിരിക്കും. എനിക്കറിയില്ല, കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. ഞങ്ങൾ വർക്ക് ചെയ്ത് അങ്ങ് കൊടുക്കത്തേ ഉള്ളൂ. ഇപ്പോൾ പല ഇൻഡസ്ട്രിയിൽ, ഇപ്പോൾ മലയാളം, കന്നഡ, തെലുങ്ക്, അങ്ങനെ പല ഇൻഡസ്ട്രീസിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഈ പ്രോസ്തെറ്റിക്. ഇതിൽ ഏറ്റവും ഡിഫിക്കൽട്ടായി തോന്നിയ ഇൻഡസ്ട്രി ഏതായിരിക്കും? മലയാളം അത്യാവശ്യം ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഞങ്ങൾ ഈയിടെ ഒരു വർക്ക് ചെയ്ത് അത് അത്യാവശ്യം നല്ല പാടുള്ളൊരു വർക്ക് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന മാർച്ചിൽ ഇറങ്ങാൻ പോകുന്നത് കിങ്സ്റ്റൺ എന്ന് പറഞ്ഞിട്ട് ജീവപ്രകാശിൻ്റെ ഒരു മൂവി വരുന്നുണ്ട്. അതിനകത്തൊരു ഗോസ്റ്റിനെ ചെയ്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം ഒരു ഹോളിവുഡ് സ്റ്റൈലൊരു സാധനമാണ്. അത് കടലിനടുത്തട്ടിൽ നിന്ന് വരുന്നതാണ്. അത്യാവശ്യം ദേഹമെല്ലാം ജീർണിച്ച് എല്ലുമൊക്കെ തള്ളി ഉള്ളെല്ലാം അഴുകിയിട്ടുള്ളൊരു സംഭവമാണ്. അത്യാവശ്യം നല്ല പാടായിരുന്നു. ഈ കോസ്റ്റ്യൂമിൽ അയാൾ എനിക്ക് തോന്നുന്നു 10-16 മണിക്കൂർ ആ കോസ്റ്റ്യൂമിൽ തന്നെ കോസ്റ്റ്യൂം എന്ന് വെച്ചാൽ ഫുള്ള് ദേഹത്ത് ഒട്ടിച്ച് സെറ്റാക്കി ചെയ്യുന്നത്, അതായത് തന്നെ നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വെള്ളത്തിൽ നീന്തേണ്ടതൊക്കെ, പിന്നെ വെള്ളത്തിനകത്തൊക്കെയുള്ള പരിപാടികളാണ് കംപ്ലീറ്റ്. നല്ല പാടുള്ള വർക്കായിരുന്നു. നന്നായി പാടുപെട്ടായിരുന്നു. അതിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പ്രദീപ് വിദുരയാണ്. അപ്പോൾ ഞങ്ങൾ ഈ സംഭവം ഒരുമിച്ച് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ്. അത്യാവശ്യം നല്ല ഹെവി ഒരു വർക്കായിരുന്നു. ഞങ്ങൾ വെയിറ്റിംഗ് അത് ഞങ്ങൾ 1 മന്ത് പറഞ്ഞെങ്കിലും അവർക്ക് ഷൂട്ടിംഗ് പെട്ടെന്ന് തുടങ്ങേണ്ടതുകൊണ്ട് എനിക്ക് തോന്നുന്നു 18 ദിവസം കൊണ്ട് അങ്ങോട്ട് മേക്ക് ചെയ്തത്. ഇത് ഒരു ടൈം എപ്പോഴും ഒരു ചലഞ്ചായിട്ട് വരാറുണ്ടോ? നമുക്ക് ഒരു പ്രോപ്പർട്ടി ചെയ്യാൻ ഇത്ര ദിവസം ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ അതിന് മുൻപേ ചെയ്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ അതൊരു ചലഞ്ചാണ്. കാരണം ചില സംഭവങ്ങൾ നമ്മൾ വിചാരിച്ചെടുത്ത് നിൽക്കത്തില്ല. കാരണം ഞാൻ മുമ്പേ പറഞ്ഞില്ല, ചിലത് ഉണങ്ങാതിരിക്കും, ചിലത് ചീത്തയായി പോവും. പിന്നെ അത് അവസാന നിമിഷമൊക്കെ ആയിരിക്കും. ഞങ്ങൾ ഋഷഭ മൂവിക്ക് വേണ്ടിയിട്ട് ലാൽ സാറിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ഒരു വില്ലനുണ്ട്. അയാളുടെ ഒരു ഗെറ്റപ്പ് ഫുള്ള് ചേഞ്ച് ചെയ്ത സാധനം ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ഷൂട്ടിന് ചെല്ലുന്നതിൻ്റെ തലേദിവസം ചെല്ലുമ്പോഴും നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. നാളെ രാവിലെ ഷൂട്ടിന് സംഭവം ഈ പീസുകൾ കൊടുക്കാനുള്ള, പക്ഷേ റെഡി ആയിട്ടില്ലായിരുന്നു. പക്ഷേ ദൈവം ഭാഗ്യം കൊണ്ട് പിറ്റേ ദിവസം
ഷൂട്ടിങ് അന്നത്തെ നടന്നില്ല, അതിന് വ്യത്യസ്തമൊക്കെ മാറ്റി. പിന്നെ ആ ദിവസം കൊണ്ടാണ് ആ വർക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ചെല്ലുമ്പം വെറും കൈ ചെല്ലേണ്ടി വരുന്നത്. കാരണം അങ്ങനെ ക്രിട്ടിക്കൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലതൊക്കെ ഭാഗ്യം കൊണ്ടും മാർക്കോയിൽ അങ്ങനെ എന്തെങ്കിലും ഈ ടൈം മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നോ? മാർക്കോയിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ അധികം ഉണ്ടായിട്ടില്ല. എങ്കിലും ഇതെനിക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു ഇഷ്ടപ്പെട്ടൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ എത്ര സമയം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാനുള്ളൊരു മൈൻഡുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടൈറ്റ് ഷെഡ്യൂളായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളത് ഉറക്കം നിന്നിട്ടാണെങ്കിലും നമ്മളത് ചെയ്ത് കൊടുക്കും. അതൊരു ടൈം നമ്മൾ മാനേജ് ചെയ്ത് തന്നെ പോയി. പിന്നെ ചലഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ മൂന്നാർ ആ ഭാഗത്തായിരുന്നു റൂം. അപ്പോൾ റൂമിലിരുന്ന കുറേ വർക്കുകളൊക്കെ ചെയ്ത് ഈ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മാനേജ് ചെയ്തു. ഇപ്പോൾ മാർക്കോയിലോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോസ്തെറ്റിക് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ പലർക്കും അറിയാത്തൊരു ഡൗട്ടാണ് ഇത് തമ്മിൽ എങ്ങനെയാണ് ഡിഫറൻസ് എന്നുള്ളത്. ഇപ്പോൾ മുൻപ് നമ്മൾ പലരും വിചാരിച്ചിരുന്നതുണ്ട് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന്. പക്ഷെ ഇപ്പോഴാണ് കുറച്ചും കൂടെ ഇപ്പം ലൈക്ക് ആസ് ആർട്ടിസ്റ്റ് ഇപ്പം സേതുവിൻ്റെ ഒരു പ്രൊഫൈലാണെങ്കിൽ പോലും കുറേ നാളായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു. ഇപ്പം കുറേ കൂടെ റീച്ച് കിട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പം ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. എങ്കിലും മനസ്സിലാവാത്ത കുറച്ച് പേർക്ക് ആ ഒരു ഡിഫറൻസ് ഒന്ന് പറയാം. ഓക്കെ, ഈ പ്രോസ്തെറ്റിക്സ് ബേസിക്കലി ഒരു മെഡിക്കൽ ടേം ആണ്. അത് അറിയാമോ അതിനെക്കുറിച്ച്? അതായത് ഈ കൈ കാല് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലാത്തവർ, കൈ അറ്റുപോയവർക്ക് അവർക്കൊക്കെ കൊടുക്കുന്ന സംഭവമാണ്. പിന്നെ മൂക്കില്ലാത്തവർക്ക് അങ്ങനെ പ്രോസ്തെറ്റിക്സ് അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമയിലോട്ട് വരുമ്പോഴത്തേക്കും ഇതിപ്പം നമ്മൾ 2 ടൈപ്പ് ഉണ്ട്. മേക്കപ്പിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊരു ഒഫീഷ്യൽ സംഭവമല്ല, ഞാൻ അല്ലാതെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാണ്. ഇപ്പം ഇന്ത്യൻ 2-ൽ അല്ലെങ്കിൽ ഇന്ത്യനകത്തൊക്കെ കമൽ സാറ് മുഖത്ത് പീസുകൾ ഒട്ടിച്ചിട്ടാണ് ഏജ് കാണിച്ചിരിക്കുന്നത്, കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളത് നമ്മൾ പീസ്, അതായത് ഒരാളുടെ മോൾഡ് എടുത്തിട്ട് ക്ലേ വർക്ക് ചെയ്ത് നമ്മൾ ആ ഏജ് റിങ്കിൾസ് സാധനങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ പീസുകളാക്കും. പല പീസ് അവർ സംസാരിക്കുന്നതിന് രീതിയിൽ അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് പീസുകളാക്കിയിട്ട് നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റിന് കൊടുക്കും. പിന്നെ അവരാണ് അത് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് പ്രോസ്തെറ്റിക്സ് ഈ ഡിസൈനേഴ്സ് അല്ലെങ്കിൽ ഞങ്ങൾ ഈ സംഭവം ചെയ്തു കൊടുക്കുന്നു. അവരടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഇത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഈ സംഭവം ഒട്ടിച്ച് മാച്ച് ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇതാണ് സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാലുള്ള സംഭവം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കൈ കാല് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം സിനിമയുടെ ലൈറ്റിങ്ങിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വേണ്ട ബ്ലഡ് ആണെങ്കിൽ ബ്ലഡ്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഇപ്പോൾ ആർട്ടിസ്റ്റുമായിട്ട് ജസ്റ്റ് കളർ മാച്ചിങ്. നമ്മൾ ഓൾറെഡി കളർ ഒരു ഫോട്ടോ നോക്കിയിട്ടായിരിക്കും നമ്മൾ കളർ ചെയ്യുന്നത്. കാരണം ഫോട്ടോ പല ലൈറ്റിങ്ങിൽ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ടുള്ള കളറും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. പക്ഷേ ബേസിക്കലി അത്യാവശ്യം നമ്മൾ ഒരു നീതി പുലർത്തിത്താനായിരിക്കും പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ അതിൻ്റെ ഈ രോമങ്ങളും കാര്യങ്ങളും എല്ലാം അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. അങ്ങനെ കൊടുത്ത ശേഷം അതിനകത്ത് നമ്മൾ എവിടെയാണ് ക്ലിപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണെന്നുള്ള ആ സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം കൊടുക്കും. ഇപ്പം ഹൃദയം പമ്പ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും അതിനകത്ത് പമ്പ് നമ്മളെങ്ങനെ, ഇപ്പോൾ നമ്മളിപ്പം മാർക്കോയിലൊക്കെ ഹൃദയം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നതിനകത്ത് നമ്മൾ പമ്പ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എയർ പ്രഷർ വെച്ചിട്ട് ഇങ്ങനെ പമ്പ് ചെയ്ത സംഭവം. വിദേശങ്ങളിലൊക്കെ അവർ ഉള്ളിൽ തന്നെ ഒരു മെഷീൻ ഘടിപ്പിക്കുന്നത്. ഇതിപ്പം നമുക്ക് ബ്ലോ ചെയ്യാം, അല്ലാതെ നമുക്ക് ഈ ഇതുണ്ടല്ലോ പ്രഷർ പമ്പ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അടിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. രണ്ടേ ഇതിങ്ങനെ ഊതിയിട്ട് അല്ലെങ്കിൽ ഉള്ളോട്ട് വലിച്ച് നമുക്ക് പമ്പ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്കൊരു എയർ കാണും, ഇതിനകത്തൊരു പമ്പ്, ഇതിനകത്തൊരു ചെറിയൊരു ട്യൂബ് ഇട്ടിട്ട് നമുക്ക് ഉള്ളോട്ട് ശ്വാസം വലിച്ചിട്ട് ഇങ്ങനെ ടക്ക് ടക്ക് ഹൃദയത്തിനെ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അല്ലാതെ നമുക്ക് ബലൂണൊക്കെ വീർപ്പിക്കുന്ന ഒരു മെഷീനുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഉള്ളോട്ടും വലിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ അതിന് അങ്ങനെ ഷോട്ടിന്റെ സമയത്ത് മാത്രം വയറുള്ളിലേക്ക് ഇട്ടിട്ട് വയറിന് നല്ല നീളം കാണും, എന്നിട്ട് അങ്ങനെ കൊടുക്കും. പിന്നെ ഈ കൈ കട്ട് ചെയ്യുന്ന സീക്വൻസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ സിലിക്കൺ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഉള്ളിൽ അവർ പറയും ഇവിടെ വെച്ചാണ് കട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം പറയും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ആ ബ്ലോക്കിൽ തന്നെ ഉള്ളിൽ വേറെ വർക്ക് ചെയ്ത് വെക്കും. അതായത് ഞങ്ങൾ സാധാരണ ചെയ്യുന്നവർ ഞങ്ങൾ ഇച്ചിരി കൂടെ ആത്മാർത്ഥത കൂടി ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഈ ലെയർ കഴിഞ്ഞിട്ടുള്ള തൊട്ട് അടിയിലുള്ള ലെയർ, പിന്നെ ഈ കൊഴുപ്പിൻ്റെ ചെറിയൊരു ഫാറ്റി ഒരു ലെയർ ഉണ്ടല്ലോ ആ ലെയർ, അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ലെയേഴ്സും നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന പാർട്സിൽ എല്ലിൻ്റെ സംഭവങ്ങൾ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യും. പിന്നെ അതിനുള്ളിൽ നമ്മൾ ബ്ലഡിൻ്റെ ചെറിയ വെസൽസും സാധനങ്ങളെല്ലാം സിലിക്കണിൻ്റെ ചെറിയ ട്യൂബുകളാക്കി അതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒരു പൈപ്പ് വെളിയിൽ കൂടെ കൊടുക്കും. കട്ട് ചെയ്യുമ്പോൾ ആദ്യമേ മുറിക്കുമ്പോൾ ചെറിയ ബ്ലഡ് വരാനും പിന്നെ കട്ട് ചെയ്യുമ്പോൾ
ചീറ്റി പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം കൂടെ സെറ്റ് ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്താണ് നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ ഇത് രണ്ടും രണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. മിക്ക ആൾക്കാർക്കും അറിഞ്ഞുകൂടാം. മിക്ക ആൾക്കാരും പറയുന്നത് വെച്ചാൽ ഇപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം ഞങ്ങൾ ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് മോൾഡ് വർക്കേഴ്സ് എന്നൊക്കെ പറയും. അതൊരു അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കാം. മോൾഡ് എന്ന് പറയുമ്പോഴത്തേക്കും ചിലർ പറയും ഇത് ഡെമോ മാത്രമാണ് അവർ തരുന്നത്, അല്ലെങ്കിൽ മോൾഡ് വർക്കാണ് നമുക്ക് തരുന്നതെന്നാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷേ മോൾഡ് എന്നുള്ള വാക്കെന്ന് പറയുമ്പം നമ്മൾ കാസ്റ്റ് ചെയ്ത ഔട്ടിനെയാണ് നമ്മൾ ഔട്ടെന്ന് പറയുന്നത്. ഇതിപ്പോൾ മോൾഡ് എന്ന് പറയുമ്പോൾ ഒരു സംഭവത്തിൻ്റെ അച്ചാണ്, അച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്നാണ് പറയപ്പെടുന്നത്. അത് അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെയല്ല, നമ്മൾ കൃത്യമായിട്ട് കാസ്റ്റ് ചെയ്ത് അതിൻ്റെ കളറിങ് ചെയ്തിട്ടാണ് ഔട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിക്കും. ഇത് രണ്ടും രണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ആർട്ടിലും ഞങ്ങൾ വേണ്ട ഇപ്പോൾ ഡെഡ് ബോഡി കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആർട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അല്ലാതെ മേക്കപ്പ് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സംഭവമല്ല. സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം കൂടെ കൂടിച്ചേരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനകത്തിപ്പോൾ ഒരു ലൈറ്റ് ബോയിയുടെ പേരാണെങ്കിൽ പോലും മൂവിയിൽ കണ്ടിരിക്കും. കാരണം അത്രയും പ്രാധാന്യമാണ്. അതില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭാവം അതിനകത്തുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോത്തിനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഞങ്ങൾ പ്രോസ്തെറ്റിക് ഡിസൈൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്, മേക്കപ്പ് വേറേതാണ്. എന്നാൽ ഇതെല്ലാം കൂടെ കൂടി ചേർന്നാലേ ഒരു നല്ല ഔട്ട് ഉണ്ടാകത്തുള്ളൂ. പിന്നെ VFX ഇതെല്ലാം ഇതിന്റെ ഒരു ഭാഗമായിട്ട്. അതെ അതെ അതെ. ഇപ്പം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു ഡൗട്ട്, ഈ കൈയുടെ ഈ ബ്ലഡ് ചീറ്റുന്നത് പറഞ്ഞല്ലോ, അത് റീടേക്ക് പോകേണ്ട വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അപ്പോൾ അത് ഒരു ഇതാണ് എന്താ പറയുന്നത്, ഒരു ഭാഗ്യത്തിൻ്റെ കേസുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചില വളരെ റയറായിട്ടുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരെണ്ണം കൂടെ സെപ്പറേറ്റ് ചെയ്തു വെക്കും, രണ്ടെണ്ണമൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഈ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പൈസ അങ്ങനെ കളയാൻ പാടില്ലാത്തതുകൊണ്ട് സിംഗിൾ ടേക്കിലെല്ലാം ശരിയാക്കും. പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ VFXൽ അത് സെറ്റ് ചെയ്യും. അതിന് മുമ്പേ പറഞ്ഞ എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന. അതെ 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 അതെ. ഇനിയും ലാലേട്ടനെ പറ്റി ചോദിക്കാതിരിക്കാനായിട്ട് പറ്റില്ല. പ്രൊഫൈലിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ലാലേട്ടൻ്റെ ഒപ്പമുള്ള ഫോട്ടോസ്, പിന്നെ ലാലേട്ടൻ ആർട്ടിന് വേണ്ടി ഒരു ആർട്ടിസ്റ്റായിട്ട് ഇരിക്കുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ ലാലേട്ടൻ ഒരു ആർട്ടിസ്റ്റാണ് എന്ന് ചെയ്ത് പല ഇൻ്റർവ്യൂസിലൊക്കെ ആയിട്ടും പല റൈറ്റപ്സിലും ഒക്കെ ഞാൻ വായിച്ചു. അപ്പോൾ ലാലേട്ടൻ്റെ ഒരു ആർട്ടിസ്റ്റിക് സൈഡും കൂടെ അത് പറയാം, ലാലേട്ടനായിട്ടുള്ളൊരു ബന്ധം. അതെ, എനിക്ക് തോന്നുന്നു പുള്ളിയുടെ റിലേഷൻ എന്ന് വെച്ചാൽ പുള്ളിക്ക് ആർട്ടിസ്റ്റുകളെ ഭയങ്കര താല്പര്യമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ആർട്ട് ജീവനാണ് പുള്ളി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ അറിയാം, മൊത്തം ആർട്ട് വർക്കുകളും നല്ല നല്ല പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ. ഒരുപാട് പെയിൻറ്റിങ്സ് സാറ് വീട്ടിൽ നമ്മളെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകും. ഇന്ന പുതിയ പെയിൻറ്റിങ് കൊണ്ടുവന്നുകൊണ്ട് ബാന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കാണിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം വരയ്ക്കും. ഞാൻ ഈ നേരത്തെ ഉണ്ടായതിനകത്ത് പെയിൻറ്റിങ് കിടപ്പുണ്ടായിരുന്നു, പുള്ളി എനിക്ക് സ്കെച്ചൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് സ്പീഡ് ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ കാലിഗ്രഫി ഭയങ്കര രസമായിട്ട് ചെയ്യും കാലിഗ്രഫി. പക്ഷേ എനിക്ക് പേര് ഇങ്ങോട്ട് ഇപ്പുറം സൈഡിലോട്ട് എഴുതുന്നത് സേതു ശിവാനന്ദൻ എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് എഴുതുന്നത് തിരിച്ചിട്ട് ഫ്ലിപ്പ് ചെയ്ത് എഴുതുന്നുണ്ട്. അത് നമുക്ക് ഒരേ ഫ്ലോയിലാണ് പുള്ളി എഴുതി തരുന്നത്. പിന്നെ ഒരു പെയിൻറ്റിങ് അടുത്തിടയിൽ ഒരു പെയിൻറ്റിങ് പുള്ളി അവിടെ ഫ്ലാറ്റിൽ തന്നെ ഒരു നല്ലൊരു പെയിൻറ്റിങ് ആർക്കോ പുള്ളി ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ ഒരു പെയിൻറ്റിങ് ചെയ്തായിരുന്നു. ആ സെയിം ടൈമിൽ എനിക്ക് ഒരു വർക്ക് തന്നു. ഒരേ സമയത്ത് ഞങ്ങൾക്ക് അവിടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ നല്ല സപ്പോർട്ടാണ്. ഈ വേറെ അന്യഭാഷാ വർക്കുകളൊക്കെ മൂവീസൊക്കെ നമുക്ക് പുള്ളി ബന്ധപ്പെടുത്തി നമുക്ക് തരാറുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ പേഴ്സണൽ വർക്കുകൾ അത്യാവശ്യം തരാറുണ്ട്. ഇനിയും വരാൻ പോകുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഇനി ഇപ്പം വർക്ക് ഋഷഭ എന്ന് പറഞ്ഞിട്ട് മൂവി, അത് ലാൽസാൻ്റെ വർക്ക്, തെലുങ്ക് മൂവിയാണ്. അത് വലിയൊരു പടമാണ്. അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഇനിയും ഇറങ്ങാൻ പോകുന്നത് കിങ്സ്റ്റൺ എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് വിജയ് പ്രകാശിൻ്റെ മൂവിയാണ്. അതിനകത്ത് നല്ലൊരു പ്രോസ്തെറ്റിക്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ഗോസ്റ്റ്. അപ്പോൾ ഞങ്ങളുടെ ടീം ഞാൻ മുമ്പ് പറഞ്ഞ പ്രദീപ് ഇതിര, വിക്കി ഗോമസ്, അത് നമ്മുടെ അടുത്ത ഫ്രണ്ടാണ്. അവൻ്റെ കൂടെ തന്നെ എപ്പോഴും വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അജയ്, അങ്ങനെ കുറച്ച് പേര് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ടീമാണ്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. നല്ല ടാസ്ക്. മുനീറ, അവരൊക്കെ ഭയങ്കര സപ്പോർട്ട്. നമ്മുടെ ഒരു ടീമാണ്. ഞങ്ങളെല്ലാം കൂടെ വർക്ക് ചെയ്ത ഒരു സംഭവമാണ്. നിങ്ങൾ എന്തായാലും നോക്കണം. ഇപ്പം എനിക്കൊരു ടീച്ചർ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റിലേ കാണിക്കുന്നുണ്ട് ആ ഗോസ്റ്റിനെ. യെസ്, ഉറപ്പായിട്ടും. ഞാൻ ഒരു ക്വസ്റ്റ്യനോട് ചോദിച്ചോട്ടെ. ഇപ്പോൾ പ്രോസ്തെറ്റിക് ചെയ്യുന്നു ആൻഡ് ആർട്ടിസ്റ്റ്, ശരിക്കും ഈ ആർട്ട് മേഖലയിൽ എന്തിലൊക്കെയാണ് ചെയ്ത് ഫോക്കസ് ചെയ്തേക്കുന്നത്? ഞാൻ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞു ബേസിക്കലി ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ 2007 അമൃതയിൽ VFX പഠിച്ചായിരുന്നു. ഞാൻ 3D മോഡലിംഗ് ആയിരുന്നു. അതിന് ശേഷം ഞാൻ ആഫ്റ്റർ എഫക്ട്സും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു VFX കമ്പനി തുടങ്ങണം എന്ന് പറഞ്ഞിട്ടായിരുന്നു. അന്ന് തുടക്കത്തിൽ ഞങ്ങളൊരു ക്രിസ്ത്യൻ മൂവിയാണ് ഇടയൻ എന്ന് പറഞ്ഞിട്ട് മൂവി. അത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. അന്ന് ഞങ്ങളതിൻ്റെ VFX ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ മൂവി, ക്രൈസ്റ്റ് കുറിച്ചുള്ള ചെറിയ കുഞ്ഞൊരു മൂവിയായിരുന്നു. അത് ഫസ്റ്റ് വർക്ക് അതായിരുന്നു. അങ്ങനെ തുടങ്ങി. പിന്നെ പോസ്റ്റർ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് പോസ്റ്റർ വർക്ക് ഒടിയൻ്റെ ഒക്കെ പോസ്റ്റർ നമ്മളായിരുന്നു ചെയ്തിരുന്നത്. ഒടിയൻ, പിന്നെ 12th മാൻ, അത് ഇടയ്ക്കൊക്കെ ഉള്ളൂ. അർജൻറ്റ് കേസിന് മാത്രമേ ചെയ്യത്തുള്ളൂ.
അത് ചെയ്തിട്ടുണ്ടായിരുന്നു. VFXൻ്റെ വർക്കുകൾ മൂവീസിൽ കുറേ മൂവീസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ കൺസെപ്റ്റ് ആർട്ടിലോട്ട് വന്നത്. അപ്പം എനിക്ക് ഇതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് വരുമ്പോഴും ഇതെല്ലാം ആർട്ട് പരിപാടി കാര്യങ്ങളൊക്കെ, പിന്നെ ചെറിയ ഡയറക്ഷൻ പരിപാടികളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു സംഭവം ചെയ്തിട്ടുണ്ട്, ലെറ്റ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ചെറിയൊരു ഷോർട്ട് മൂവിയും വെബ് സീരീസ് ഒന്നും പറയാൻ പറ്റത്തില്ല, അതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നൊരു സാധനമാണ്. റെഫറൻസ് ഡയറക്റ്റ് ചെയ്ത ഡയറക്റ്റ് ചെയ്ത സാധനമാണ്. ഒരു ഹൊറർ സംഭവമാണ്. അതിനകത്ത് ഞങ്ങളുടെ കുറച്ച് പ്രോസറ്റ് മാർക്കോയ്ക്ക് മുമ്പേ ബ്രഹ്മയുഗത്തിന് മുമ്പേ സെറ്റ് ചെയ്യുക. പക്ഷേ അതിൻ്റെ തിരക്കിനിടയ്ക്ക് നമുക്ക്, കാരണം അതിനകത്ത് കുറച്ച് സ്ലാഷർ ടൈപ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, തലവെട്ട്, ഹൃദയം, ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. 2003 ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ അപ്പോഴത്തേക്കും കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ വന്ന് ഇങ്ങനെ നീണ്ടുപോയി. പക്ഷേ ഇനിയിപ്പോൾ ഉടനെ അതിൻ്റെ റിലീസ് ഉണ്ടാവും. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ചിലപ്പം ഒരു പക്ഷേ കാണുമ്പോൾ പറയും ഇതിറങ്ങിയതിൻ്റെ ഒരു ബാക്കപ്പ് ആയിരിക്കും എന്നൊക്കെ പറയും. പക്ഷേ അതിന് മുമ്പേ ഞങ്ങൾ ഈ സ്പെഷ്യൽ എഫക്ട്സിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത സംഭവമാണ്. പക്ഷേ അതിൽ ഈ പറഞ്ഞ പോലെ ഈ ബ്രഹ്മയുഗത്തിൻ്റെ പോലെ തന്നെ അത്യാവശ്യം ഒരു ഹൊറർ മൂഡിലുള്ളൊരു സാധനമാണ്. അതിപ്പോൾ ഈ എനിക്കൊന്ന് ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇറക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ ഡയറക്ഷൻ സൈഡും കൂടെ നമ്മൾ കാണാനിരിക്കുകയാണ്. ഞാൻ ചെയ്തിട്ടുണ്ട്. മൈമോം എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക്കൽ ആൽബം ഇംഗ്ലീഷ് സംഭവം ചെയ്തിട്ടുണ്ട്. അതൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇത് പക്ഷേ സെർച്ച് ചെയ്താൽ കിട്ടുമെന്ന് എനിക്കറിഞ്ഞില്ല, വ്യൂസൊക്കെ കുറവാണ്. പിന്നെ സിനിമയിലും ഡയറക്ഷൻ ഉടനെ ഉണ്ടാവുമോ? താല്പര്യമുണ്ട്, ഞങ്ങളിങ്ങനെ ശ്രമിക്കുന്നുണ്ട്, പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം എന്തായാലും എല്ലാം നന്നായിട്ട് തന്നെ നടക്കട്ടെ. ആൻഡ് ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, എല്ലാ ലാംഗ്വേജസിലും ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫീൽഡിലുള്ള ആർട്ടിസ്റ്റുകൾക്കും കൂടുതൽ റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ആളുകൾ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ആ രീതിയിൽ ഇനിയും ഒരുപാട് വളർച്ച ഉണ്ടാവട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.